നിങ്ങളിപ്പോൾ കണ്ടത് സ്കീസോഫ്രീനിക് ആയ ഒരാളെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ അയാളുടെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ? തനിയുള്ള സംസാരം, അയാളുടെ ആക്ഷൻസ്. ഈ വീഡിയോയിൽ കണ്ടയാൾ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ മാം? മോസ്റ്റ്ലി ഇത് ക്യൂറബിൾ അല്ല, ബട്ട് ഇറ്റ്സ് ട്രീറ്റബിൾ. മാം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരൊരു മായാലോകത്തല്ലേ ജീവിക്കുന്നത്. വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, ഒരു ടെൻഷൻ അടിക്കേണ്ട. ശരിക്കും റിയാലിറ്റിയിൽ നിന്നൊരു എസ്കേപ്പ് അല്ലേ? ഇത്തിരി സാഹിത്യം കലർത്തി പറഞ്ഞാൽ രസമാണ്, പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വലുതാണ്. വി ഡോണ്ട് ഈവൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. യെസ്, ഞാൻ സിനിമ കണ്ടുള്ള അറിവാണ്, ശരിയാണോന്ന് എനിക്കറിയത്തില്ല. ഒരാൾക്ക് മറ്റൊരാളെ ഹാലൂസിനേറ്റ് ചെയ്ത് സംസാരിക്കാനും ഇടപഴകാനും സാധിക്കുമോ? അങ്ങനെയും ചില കേസുകളുണ്ട്. ചിലർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്നവരോട് സംസാരിക്കുന്നവരുണ്ട്, ചിലർ മരിച്ചുപോയവരോട് സംസാരിക്കുന്നവരുണ്ട്, സ്വന്തം സെൽഫിനോട് അല്ലെങ്കിൽ പ്രതിബിംബത്തോട് സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് വിഷ്വൽ ഹാലൂസിനേഷൻസ് ആണ്. പേഴ്സണലി എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. മാം, ഇഫ് യു ആർ ഓക്കെ, ക്യാൻ യു ഷെയർ ദാറ്റ്? എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിയോ? സോറി കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓക്കെ അത് വിട്. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം നീ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. മോർ ദാൻ ദാറ്റ് യു ഷുഡ് ബിലീവ് മീ. നീ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറ. എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ. വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ ഒരു അപരൻ. അപരനോ? അതെ, ഞാൻ അയാളെ 2 തവണ കണ്ടിട്ടുണ്ട്. നീ അന്ന് ഒറ്റയ്ക്കായിരുന്നോ? അല്ല, എൻ്റെ കൂടെ ആനന്ദുണ്ടായിരുന്നു. എന്നിട്ട് ആനന്ദ് അയാളെ കണ്ടോ? നീ ആനന്ദിനോട് ഇത് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്നിട്ട്? നീ വരുന്നില്ലേ? വാ. ഓക്കെ വെക്കുക. ശരി. നിനക്കിത് എന്നാ പറ്റി? ഒന്നുമില്ലടാ. നീ അവിടെ എന്നാ നോക്കി നിൽക്കുക? എടാ, അവിടെ എന്നെ പോലെ ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. എവിടെ? എടാ, തമാശയല്ല, ഞാൻ കണ്ടതാ. അവന്മാര് പറയുന്നത് ശരിയാ. എന്ത്? നിന്റെ മറ്റേ അവന്മാരെന്താ പറഞ്ഞത്? നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പുറത്ത് ആരെയോ കണ്ടെന്നോ, കുറച്ച് നാൾ നീ വന്നില്ലെന്നോ, അങ്ങനെ എന്തൊക്കെയോ. നീ വലിയ മൈൻഡൊന്നും ചെയ്യണ്ട, ശരിയായിക്കോളും. അപ്പോൾ വേറെ ആരും ഇയാളെ കണ്ടിട്ടില്ല. നീ അയാളെ രണ്ടാമത് കണ്ടത് എപ്പോഴാ? സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇൻസിഡൻറ്റിന് ശേഷം ഞാനത് വിട്ടതാ. അതൊക്കെ എൻ്റെ തോന്നലാണെങ്കിലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ രണ്ടാമത് അയാളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. എന്നാണോ പറയുന്നത്? ഉണ്ടായിരുന്നേ.
നീ അയാളുടെ മുഖം കണ്ടോ? വെളിച്ചം കുറവായിരുന്നു, പക്ഷേ അത് അയാൾ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരാൾ നിന്നെ ഫോളോ ചെയ്യുന്നു, അതും നിന്നെ പോലെ ഒരാൾ. ആരായിരിക്കും അത്? ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, നീ പറയുന്നതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. നീന, നീ എന്താ പറഞ്ഞു വരുന്നേ? ഇതുപോലെ നീ മാത്രം കണ്ടിട്ടുള്ള ആളുകളെ പറ്റി ഇതിനു മുമ്പും നീ എന്നോട് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പോൾ നീയും എന്നെ വിശ്വസിക്കുന്നില്ലേ? ഇത് വിശ്വാസത്തിൻ്റെ അല്ല, മെഡിക്കേഷൻ നിർത്തിയതിൻ്റെ പ്രോബ്ലമാണിതൊക്കെ. ഒരു എക്സാക്ട് സൊല്യൂഷൻ ഇല്ലാത്ത അസുഖമാണിത്, അത് നീ മനസ്സിലാക്കണം. എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാൻ കണ്ട റിയാലിറ്റി ഇല്ലെന്നോ, അല്ലെങ്കിൽ എനിക്ക് വട്ടാണെന്നോ? ഓക്കെ കൂൾ. അങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ എന്തിനായിരിക്കും നിന്നെ ഫോളോ ചെയ്യുന്നേ? എനിക്കറിയില്ല. ഒരുപക്ഷെ അയാളൊരു ക്രിമിനൽ ആണെങ്കിലോ? എൻ്റെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇംഗ്ലീഷ് സിനിമയുടെ കഥ പോലെയുണ്ട്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളെന്ന്. ഞാൻ പോവാ. നിക്ക്, നമുക്ക് സംസാരിക്കാം. നീ പറഞ്ഞിടത്തോളം മതി. ഹലോ ഡോക്ടർ. ഞാൻ ക്ലിൻ്റാണ്. ഡോക്ടർ, എനിക്ക് ഡോക്ടറെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓക്കെ ഡോക്ടർ, ഓക്കെ. താങ്ക് യു. എടോ, തൻ്റെ ഭാഗം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർ തന്നെ വിശ്വസിക്കാത്തതിന് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ എന്തിനെങ്കിലും ഒരു നുണ പറയണം ഡോക്ടർ? ഇത് സത്യത്തിൻ്റെ നുണയുടെ ഒന്നും പ്രശ്നമല്ലെന്നേ. അവരൊക്കെ തൻ്റെ പഴയ കണ്ടീഷൻ വെച്ചാൽ ഇപ്പോഴും തന്നെ വിലയിരുത്തുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. താനിത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് നീ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് മനസ്സിലായില്ല. അതായത് താൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഞാൻ ഈ കാണുന്നതെല്ലാം എൻ്റെ വെറും തോന്നലാണെന്നാണോ? ഏയ്, അങ്ങനെയല്ല. ചിലപ്പം ക്ലിൻ്റ് പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്ലിൻറ്റിന് മനസ്സിനെ അലട്ടുന്ന വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു നൈറ്റ് മെയറും കണ്ടിരുന്നു. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇന്നിവിടെ വന്നത്. നീ ഏതായാലും വന്നത് നന്നായി. ഇനി നീ ഇതോർത്ത് പാനിക്കാവൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇനി നീ അയാളെ കണ്ടാൽ എന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ. പക്ഷേ ഇനി അയാളെ കാണുമോ എന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ. ഡിലേമ. ലൈഫിലെ ഏറ്റവും കൺഫ്യൂസ്ഡായ അവസ്ഥയാണിത്. ഞാൻ കണ്ട കാഴ്ചയെ വിശ്വസിക്കണോ, അതോ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണോ? അറിയില്ല. ഇൻ ബിറ്റ്വീൻ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. എനിക്കെൻ്റെ അപ്പയെ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫ് അത്ര ഈസി അല്ലായിരുന്നു എന്ന്. അപ്പയ്ക്കറിയില്ലല്ലോ ഇപ്പോഴും അല്ലെന്ന്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്തോ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. സം ആക്സിഡൻറ്റ് ദാറ്റ് എഫക്റ്റഡ് മീ സീരിയസ്ലി. ഐ ലോസ്റ്റ് മോസ്റ്റ് ഓഫ് മൈ മെമ്മറീസ്. ആനന്ദ് പറഞ്ഞതുപോലെ ഞാൻ സ്കൂളിൽ ഒരു ട്രബിൾഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരുപാട് കാലം ഞാൻ മെഡിക്കേഷൻസ് യൂസ് ചെയ്തിരുന്നു ഫോർ മൈ മെൻ്റൽ ഹെൽത്ത്. ആ റീസണാവാം നീനയും
ആനന്ദമൊക്കെ എന്നെ ഇപ്പോഴും ഒരു മാനിയാക്കായി കാണുന്നത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നീ അന്വേഷിക്കുന്നത് നിന്നെയാണ് അന്വേഷിക്കുന്നതെന്ന്. ഒരുപക്ഷെ അയാളും എന്നെ അന്വേഷിക്കുകയായിരിക്കും. മാം, എന്നിട്ട് അയാൾ അവനെ കണ്ടെത്തിയോ? ആ ബെസ്റ്റ്. അപ്പം ഇത്രയും നേരം ഞാൻ ക്ലാസ് എടുത്ത എന്തിനെ പറ്റിയാ? എന്നിട്ട് അയാളെ കിട്ടിയോന്ന്. അവൻ ഒരുപാട് നാൾ അന്വേഷിച്ച് നടന്നു. പക്ഷേ ഫിസിക്കലി ഇല്ലാത്ത ഒരാളെ എങ്ങനെ കണ്ടെത്താനാ? ഇപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ട്? ആ ഇൻസിഡൻ്റ് അവനെ വല്ലാതെ തളർത്തി. ഡിപ്രഷനിലേക്കൊക്കെ പോയി. മെൻ്റലി വല്ലാതെ വീക്കായപ്പോൾ അവൻ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നീട് ഒരിക്കലും അയാൾ അങ്ങനെ ഒരാളെ കണ്ടതായി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവൻ ട്രീറ്റ്മെൻറ്റിന് പോയ കാര്യം. അതിനു മുമ്പും ക്ലിൻ്റ് എന്നെ വിളിച്ചിരുന്നു. അന്നും അവൻ അയാളെ കണ്ടെന്നും സംസാരിച്ചെന്നും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. മാം, ഞാനൊരു പോസിബിലിറ്റി പറയട്ടെ. വാട്ട് ഇഫ് ക്ലിൻറ്റ് വാസ് റൈറ്റ്? അങ്ങനെ ഒരു ലുക്ക് ലൈക്ക് ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. യെസ്, അങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ടാവാം. സി, ക്ലിൻറ്റിന് പോലും സ്വയം മനസ്സിലായതുകൊണ്ടല്ലേ അവൻ ട്രീറ്റ്മെൻറ്റിന് തയ്യാറായത്. മാം, ഫോർ മീ ദർ ഇസ് എ ലുക്ക് ലൈക്ക് ഓഫ് ക്ലിൻറ്റ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവസ്ഥയല്ലേ അയാളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. വിസിറ്റേഴ്സ് റൂം എവിടാ? മേലോട്ട് പോയിട്ട് റൈറ്റ്. ഇപ്പം എങ്ങനെയുണ്ട്? ഫൈൻ. ഇന്ന് എനിക്കിവിടെ ഒരു കോളേജിലൊരു സെഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെക്കുറിച്ച് ഷെയർ ചെയ്തു. ഐ എം സോറി ഫോർ നോട്ട് ടേക്കിംഗ് കൺസെൻറ്റ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരുന്നിരിക്കുമല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിലൊരു സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യം ഇറ്റ് മെയ്ഡ് മീ തിങ്ക് സോ ഡീപ്പ്. അതെന്താ? നീ പറഞ്ഞ കഥ അവൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നത് നിന്നെ ആരും ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാവാം നീ ഡിപ്രഷനിലേക്ക് പോയതെന്നാണ്. നീ അവസാനമായി അയാളെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് എന്താ സംഭവിച്ചത്? അതൊക്കെ കഴിഞ്ഞതല്ലേ. ആക്ച്വലി ഐ എം കൺഫ്യൂസ്ഡ്. എനിക്കത് അറിയണമെന്നുണ്ട്. നീന, ഇതെനിക്ക് അയാൾ തന്നതാണ്. നിന്റെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഇതിലുണ്ട്. ക്ലിൻറ്റ്, നീ ഇവിടെ ഓക്കെ അല്ലേ? എനിക്കിവിടെയാണ് ഇഷ്ടം. പുറത്തുള്ളവരെക്കാൾ നല്ല മനുഷ്യരാണ് ഇവിടെ.